എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജയൻ പ്രഭാകർ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യുന്നത്? എല്ലാവരും പണം സമ്പാദിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് കൈകാര്യം ചെയ്യേണ്ടതെന്നറിയില്ല. അതായത് മണി മാനേജ് ചെയ്യാൻ അറിയില്ല. എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നമ്മളെല്ലാവരും പറയാറുണ്ട്, എൻ്റെ കയ്യിൽ 2 മാസം മുമ്പ് പൈസ വന്നായിരുന്നു, പക്ഷേങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, ഇത് ചെയ്യാൻ പറ്റിയില്ല. അല്ലെ 20,000 രൂപ എൻ്റെ കയ്യിൽ വന്നു, പക്ഷേങ്കിൽ 30,000 രൂപ ചിലവായി. എന്തുകൊണ്ടാണ്? സിസ്റ്റമാറ്റിക്കായിട്ട് പണം കൈകാര്യം ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. ഈ ഒരു പ്രോബ്ലം എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോയ വ്യക്തിയാണ്. 2 മാസമായിട്ട് ഞാൻ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ആ ഒരു പ്രശ്നം ഇല്ലാതെ സോൾവായി. എങ്ങനെയാണ് ആ ഒരു പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത്, ആ ഒരു സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യാം. How to manage money through TWCGO system. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ 5 ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. T for tax, W for wealth, C for charity, G for general, O for operations. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ, ഈ ഒരു 5 അക്കൗണ്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പണം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഷെയർ ചെയ്യാം. T മീൻസ് ടാക്സ് 30%. നമുക്കറിയാം, കേരള ഗവൺമെൻറ് ടാക്സ് ഉണ്ട്, അതുകൂടാതെ സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് ഉണ്ട്, അതുകൂടാതെ ഇൻകം ടാക്സ് ഉണ്ട്. ഈ ഒരു ടാക്സിലേക്ക് പേ ചെയ്യാനായിട്ട് റിട്ടേൺ ചെയ്യുന്ന ഫീസുണ്ട്, അതുകൂടെ കൂട്ടിക്കൊണ്ട് ഒരു 30% നിങ്ങൾക്ക് ടാക്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. എല്ലാ മാസവും നിങ്ങൾക്ക് കിട്ടുന്ന മന്ത്ലി ഇൻകത്തിൻ്റെ 30% നിങ്ങൾ ടാക്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഒരു കാരണവശാലും അതിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കരുത്. അത് ടാക്സ് പേ ചെയ്യുന്നതിലേക്കായിട്ട് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് വൺ, വെൽത്ത് 10%. അതായത് സേവിങ്സ് അക്കൗണ്ടാണ്. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 10% നിങ്ങൾ സേവ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സേവ് ചെയ്യാവുന്നതാണ്. ലാൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് പല ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഓർ സിൽവർ, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികളുണ്ട്, ഡിജിറ്റൽ കറൻസീസ് ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു 10% സേവ് ചെയ്യാവുന്നതാണ്. സേവിങ്സ് അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുക. ഒരു കാരണവശാലും അതിൽ നിന്ന് മറ്റ് ചിലവുകൾക്കായിട്ട് പണം എടുക്കരുത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ചാരിറ്റി. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചാരിറ്റി. 10% ഡൊണേഷൻസ്. അതിപ്പം ടെമ്പിൾ ആയിക്കോട്ടെ, ചർച്ചസ് ആയിക്കോട്ടെ, മോസ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് അനാഥ മന്ദിരങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ബിലീവ് ചെയ്യുന്ന മറ്റ് ഏത് തരത്തിലുള്ള കാരണമായിക്കോട്ടെ, നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 10% നിങ്ങൾക്ക് ചാരിറ്റി ഫണ്ടിലേക്ക് മാറ്റാവുന്നതാണ്. അതിനായിട്ട് കൃത്യമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് വേണം. എല്ലാ മാസവും നിങ്ങൾ കൃത്യമായിട്ട് ആ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടോ അത് ബ്ലൈൻഡ്ലി നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലാകും. ഇത് വളരെ എഫക്റ്റീവാണ്. കാരണം പല ആളുകളും പറയാറുണ്ട് എങ്ങനെ ഞാൻ ചാരിറ്റി കൊടുക്കും, എൻ്റെ ഈ പൈസ ഇല്ലല്ലോ. നിങ്ങൾ എത്ര എമൗണ്ട് കൊടുക്കുന്നു എന്നതല്ല ഇവിടുത്തെ വിഷയം. ഒരു 10 രൂപയായിക്കോട്ടെ, 1 രൂപയായിക്കോട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 10% നിങ്ങൾ കൊടുത്ത് ശീലിച്ചു തുടങ്ങുക. ഒരു ഗിവിങ് മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, കൊടുക്കും തോറും മേരിടും, അല്ലേ? പഴഞ്ചൊല്ലിലൊക്കെ സത്യമുണ്ട്. പഴമക്കാർ പറയുന്ന പല കാര്യങ്ങളിലും സത്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് കൊടുത്ത് ശീലിച്ച് നോക്കുക. ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാനും ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനും ചാരിറ്റിയിലേക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇത് കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം അമേസിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ ചാരിറ്റി. നിങ്ങൾ ശരിക്കും ഈ ഒരു വീഡിയോയുടെ താങ്ക്ഫുൾ ആയിരിക്കും, ഗ്യാരണ്ടിയാണ്. കാരണം ചാരിറ്റി
is an amazing system. Okay. Next one is general. അത് നിങ്ങളുടെ വീട്ട് ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം EMIs ഉണ്ടാവാം, കാറിനുള്ള EMI അല്ലെ ബൈക്കിനുള്ള EMI അല്ലെ വീടിനുള്ള ഹൗസ് ലോൺസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് നിങ്ങൾ പുറത്തേക്ക് യാത്ര പോവുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ വാടക താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റുകളെല്ലാം കൂടെ ചേർത്ത് ജനറൽ അക്കൗണ്ടിലേക്ക് 20% നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും ആ അക്കൗണ്ടിൽ നിന്ന് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പണം എടുക്കാൻ പാടില്ല. ദ നെക്സ്റ്റ് വൺ ഈസ് ഓപ്പറേഷൻസ്. നിങ്ങൾ ഡിജിറ്റൽ ബിസിനസ് അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ബിസിനസ് ടൂൾസ് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ആയാലും ഹാർഡ്വെയർ ആയാലും അല്ലെങ്കിൽ ബുക്സ് ആയാലും. കാരണം അപ്ഗ്രഡേഷൻ ധാരാളമുള്ളൊരു മേഖലയാണ്. നമ്മുടെ അറിവ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അത് ഓഫ്ലൈൻ അതുപോലെ എല്ലാ ബിസിനസ്സിലും അതിൻ്റേതായ അപ്ഗ്രഡേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള ബിസിനസ് ടൂൾസിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. 30%. ഓക്കെ. ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ അത്ഭുതകരമായ ഒരു മാറ്റം നിങ്ങളിൽ സംഭവിക്കും. കാരണം നിങ്ങൾക്ക് പണത്തിനൊരു ബുദ്ധിമുട്ട് വരത്തില്ല. ദിവസം ഒരുപാട് പൈസ എനിക്ക് ചിലവഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് മുൻപ് നേരത്തെ. അതായത് പണം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അത് പാടില്ല. പണത്തെ ബഹുമാനിക്കണം, എങ്കിൽ മാത്രമേ അത് വന്നു ചേരുകയുള്ളൂ, നിലനിൽക്കുകയുള്ളൂ. നിലനിന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? പണം വലിയൊരു സംഭവമല്ല എന്ന് പറയുന്ന ഒരുപാട് ഫിലോസഫേഴ്സിനെ നമുക്കറിയാം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ട്. പണം വലിയൊരു സംഭവമല്ല, പക്ഷേങ്കിൽ പണം സമ്പാദിച്ചതിന് ശേഷം വേണം അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. ഇപ്പോൾ ഫിലോസഫി പറയുന്ന ആളുകൾ വാസ്തവത്തിൽ അവരുടെ ഉള്ളിൽ നിന്ന് പറയുന്നതല്ല. കാരണം അവർക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കാണില്ല. അത് കാരണം വരുമ്പം വരും, പോകും. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഒരിക്കലും പാടില്ല. പണത്തിനെ റെസ്പെക്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ വന്ന് ചേരുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് സർക്കിളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്.